കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരം. 5 മണിക്കൂർ നീണ്ടുനിന്ന ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഹൃദയം സ്വീകരിച്ച കുമരകം സ്വദേശിയെ അരുണിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും ഇറക്കി. ആരോഗ്യനില നിരീക്ഷിച്ചു വരികയാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ടോബി ജോൺസൺ ഉണ്ട് കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി. ടോബി, ഏറെ സന്തോഷം നൽകുന്ന, അഭിമാനം നൽകുന്ന ഒരു വാർത്തയാണല്ലോ രാവിലെ വരുന്നത്. അരുൺ ഓക്കെ അല്ലേ? തീർച്ചയായിട്ടും ശുഭപ്രതീക്ഷയുള്ള വാർത്തകൾ തന്നെയാണ് ഇന്നലെ രാത്രി മുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ 12ാമത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയും കോട്ടയം മെഡിക്കൽ കോളേജിൽ സക്സസ് ആയിരിക്കുന്നു, വിജയകരമായി പൂർത്തിയായിരിക്കുന്നു എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇനിയും നിരീക്ഷണം വേണ്ടതാണ്. മണിക്കൂറുകൾ, ദിവസങ്ങൾ, മാസങ്ങൾ നിരീക്ഷണങ്ങൾ, അതുപോലെ തന്നെ ചികിത്സ എല്ലാം വേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിൽ തന്നെയാണ് അരുണിനെ ചികിത്സിക്കുന്നത്. അവിടെ പ്രത്യേകം ഒരു ടീം തന്നെ അതിനുവേണ്ടി സജ്ജമായിട്ടുണ്ട്. അവരത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോ മണിക്കൂർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഏകദേശം 3 മണിയോടുകൂടിയാണ് ഈ ഓപ്പറേഷൻ ആരംഭിച്ചത്. അതിനുശേഷം ഏകദേശം രാത്രി 8 മണിയോടുകൂടി അവസാനിക്കുകയായിരുന്നു. സൂപ്രണ്ടായിട്ടുള്ള കെ ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം 15 അംഗ സംഘമാണ് ഈ ഓപ്പറേഷൻ നടത്തിയത്, ശസ്ത്രക്രിയ നടത്തിയത്. അതിനുശേഷം നമുക്ക് ലഭിച്ച ആദ്യത്തെ വിവരം തന്നെ വിജയകരമായിരുന്നു, വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. എന്തായാലും നമുക്കറിയാവുന്നതുപോലെ തന്നെ ഒരു അവയവമാറ്റവും ശസ്ത്രക്രിയ കൂടി കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കൃഷ്ണലാലിന്റെ ആ ഒരു അപകടവും ആ ദാരുണ അന്ത്യവും മസ്തിഷ്ക മരണത്തിലേക്ക് പോവുകയും അവരുടെ കുടുംബം ഹൃദയം ദാനം ചെയ്യാൻ, മറ്റ് അവയവങ്ങൾ ദാനം ചെയ്യാനും തയ്യാറാവുകയും ചെയ്തു. എന്തായാലും അതൊരു വലിയ കാര്യമായി തന്നെ കാണണം. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ തുറന്നു വരുന്നു, ആളുകൾ കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ഇത്തരത്തിലുള്ള ചികിത്സകൾ, ശസ്ത്രക്രിയകൾ നടക്കുന്നു എന്നുള്ളത് നമുക്കും അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ്. എന്തായാലും നിരീക്ഷണം തുടർന്ന് വരികയാണ്. ഇനിയും ചികിത്സകളും മറ്റു കാര്യങ്ങളും എല്ലാം വരണം. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും മെഡിക്കൽ കോളേജിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള വിവരവും നമുക്കിപ്പോൾ പങ്കുവെക്കാൻ സാധിക്കും. അതെ ടോബി, വളരെ വലിയ അഭിമാനം നിറഞ്ഞൊരു നിമിഷത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. എന്തായാലും അരുണിനെ കൂടുതൽ ഡോക്ടർമാർ നിരീക്ഷിക്കുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അരുൺ തിരിച്ച് ഒരു സുരക്ഷിത ജീവിതത്തിലേക്ക് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.